ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് ഓർ മോഡേൺ മെത്തേഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ട്രഡീഷണൽ ടെക്നിക് ആയിരുന്നു. ട്രഡീഷണൽ മെത്തേഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ എന്ത് ടൈം വാല്യൂ ഓഫ് മണി എന്തില്ല കൺസിഡർ ചെയ്യില്ല. അത് കൺസിഡർ ചെയ്യാതെ ഡയറക്റ്റ് ആയിക്കൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേഷൻ നടത്തുന്നത്. അതിന്റെ ബേസിലാണ് ഒരു പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്നൊക്കെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്നാൽ മോഡേൺ മെത്തേഡിൽ ഇവിടെ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് നമ്മൾ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. The time value of money എന്ന് പറഞ്ഞാൽ value of money received in future is not equivalent to the value of money invested today. That means a rupee in hand now is more valuable than a rupee to be received in future. അതായത് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു രൂപ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന ഒരു രൂപയേക്കാൾ വാല്യൂ കൂടുതലാണ്. അതായത് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു രൂപ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന ഒരു രൂപയേക്കാൾ വാല്യൂ കൂടുതലാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് പറഞ്ഞ സമയത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഡിസ്കൗണ്ട്, അടുത്ത നമ്മൾ നോക്കാനുള്ളത് എന്താണ് ഡിസ്കൗണ്ടിങ്. അപ്പോൾ ഈ ഒരു മെത്തേഡിന്റെ പേര് തന്നെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക് എന്നാണ്. ആ ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ കണ്ടെത്തുന്ന ടെക്നിക്കാണ് എന്ത് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ പ്രൊജക്റ്റിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നത് ഫ്യൂച്ചറിലായിരിക്കും. അതായത് നമ്മൾ 2020 ഒരു പ്രൊജക്റ്റിൽ ഒരു 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടി തുടങ്ങുന്നത് ഒരു പക്ഷേ 2021 അല്ലെങ്കിൽ 2025 മുതലാകാം, 2030 അപ്പൊ ഫ്യൂച്ചറിലാണ് അതിന്റെ ക്യാഷ് ഇൻഫ്ലോ ബിസിനസ്സിന് കിട്ടി തുടങ്ങുന്നത്. അപ്പൊ ഈ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ കണ്ടെത്തുന്ന ടെക്നിക്കാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് പ്രസന്റ് വാല്യൂ കണ്ടെത്തുന്നത് നോക്കാം. എങ്ങനെയാണ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയുടെ നമ്മൾ പ്രസന്റ് വാല്യൂ കണ്ടെത്തുക. അതായത് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ മൾട്ടിപ്ലൈഡ് വിത്ത് ഡിസ്കൗണ്ടിങ് ഫാക്ടർ. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോയെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടെത്താൻ കഴിയും. അപ്പൊ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്ന് പറഞ്ഞാല് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ ഉണ്ടാവും ഡിസ്കൗണ്ടിങ് ഫാക്ടർ. ആ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉപയോഗിച്ച് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ, അതായത് ബിസിനസ്സിന് കിട്ടാൻ സാധ്യതയുള്ള ഫ്യൂച്ചറിൽ കിട്ടാൻ സാധ്യതയുള്ള ക്യാഷ് ഫ്ലോയെ അല്ലെങ്കിൽ ആ ക്യാഷ് ഫ്ലോ എമൗണ്ടിനെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ ഒരു ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ കണ്ടെത്താൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മോഡേൺ മെത്തേഡിൽ ഏതൊക്കെ ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടർ ക്യാഷ് ഫ്ലോ ടെക്നിക്സിൽ ഏതൊക്കെ മെത്തേഡ്സുകളാണ് വരുന്നത് നോക്കാം. ഒന്നാമത്തേതാണ് ഡിസ്കൗണ്ടിങ് പേ ബാക്ക് പീരിയഡ്. In this method, cash flows are first converted into present value and then ascertain payback period. അപ്പൊ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ ഒരു പേ ബാക്ക് പീരീഡ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ ടൈം റിക്വയർഡ് ടു റിക്കവർ ഇനീഷ്യൽ ഔട്ട്ലേ ഓൺ ദ പ്രൊജക്ട്. അതായത് പ്രൊജക്റ്റിൽ നമ്മൾ ഇനീഷ്യൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് എത്ര വർഷം കൊണ്ടാണ് നമ്മൾ റിക്കവർ ചെയ്യുന്നത്, ആ ഒരു ടൈം ഗ്യാപ്പിനാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ക്യാഷ് ഫ്ലോയെ ഡയറക്റ്റ് ആക്കി എടുക്കുകയാണ്. എന്നാൽ ഡിസ്കൗണ്ടിങ് പേ ബാക്ക് പീരീഡിൽ ആദ്യം ക്യാഷ് ഫ്ലോയെ ആദ്യം എന്ത് ചെയ്യും, പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നതിന് ശേഷമാണ് എന്ത് അവിടെ പേ ബാക്ക് പീരീഡ് കണ്ടെത്തുന്നത്. മനസ്സിലാക്കി വെക്കുക, ട്രഡീഷണൽ മെത്തേഡിൽ എന്താണ് ക്യാഷ് ഫ്ലോയെ ഡയറക്റ്റ് ആക്കിക്കൊണ്ട് അവിടെ എന്താണ് ഡയറക്റ്റ് ആയിക്കൊണ്ട് അവിടെ പീരീഡ്, അതായത് പേ ബാക്ക് പീരീഡ് കണ്ടെത്താണ്. എന്നാൽ ഇവിടെ എന്താണ് ക്യാഷ് ഫ്ലോ എന്താണ് ആദ്യം പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നതിന് ശേഷമാണ് എന്ത് ഇവിടെ പേ ബാക്ക് പീരീഡ് അല്ലെങ്കിൽ പേ ബാക്ക് പീരീഡ് കണ്ടെത്തുന്നത്. നെക്സ്റ്റ് NPV.
നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് രണ്ടാമത്തെ, അതായത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കിലെ രണ്ടാമത്തെ മെത്തേഡാണ് NPV, നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്. എന്താണ് NPV എന്ന് നോക്കാം. Under this method, present value of cash inflow is compared with present value of future cash outflow. That means the difference between present value of cash inflow and present value of cash outflow is called NPV. That means, in another words, present value of cash outflow is deducted from the present value of cash inflow. The balance amount is NPV. അതായത് നെറ്റ് പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ NPV എന്ന് പറഞ്ഞാൽ the difference between present value of cash inflow and present value of cash outflow. ഒരു ഇക്വേഷൻ മോഡലിൽ പറഞ്ഞാൽ NPV is equal to present value of cash inflow minus present value of cash outflow. അതായത് NPV എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയേക്കാൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എത്ര കൂടുതലുണ്ടോ അതാണ് NPV എന്ന് പറയുന്നത്, നെറ്റ് പ്രസന്റ് വാല്യൂ. ശ്രദ്ധിക്കുക, ഇഫ് NPV ഈസ് പോസിറ്റീവ്, അതായത് NPV പോസിറ്റീവ് ആണെങ്കിൽ then the business can accept the project. NPV പോസിറ്റീവ് ആണെങ്കിൽ ബിസിനസ്സിന് ആ പ്രൊജക്ട് എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം. അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈസ് മോർ ദാൻ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് ഔട്ട്ഫ്ലോയേക്കാൾ ഇൻഫ്ലോ കൂടുതലാണെങ്കിൽ ആ ബിസിനസ്സിന് ആ ഒരു പ്രൊജക്ട് എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെങ്കിൽ, അതായത് present value of cash inflow is less than present value of cash outflow, then business can reject the project. അതായത് അവിടെ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ഇൻഫ്ലോയേക്കാൾ കൂടുതൽ എങ്കിൽ ബിസിനസ് എന്ത് ചെയ്യേണ്ടി വരും, ആ പ്രൊജക്ട് റിജക്ട് ചെയ്യേണ്ടി വരും. ശ്രദ്ധിക്കുക, ഇഫ് ദർ ഇസ് 2 or more project, ഒന്നോ രണ്ടോ അതിലധികമോ പ്രൊജക്ട് ഉണ്ടെങ്കിൽ accept a project that has the highest positive NPV. നമ്മൾ കഴിഞ്ഞ മെത്തേഡിലൊക്കെ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ പ്രൊജക്ട് ഉണ്ടെങ്കിൽ അതിൽ ഏത് പ്രൊജക്റ്റിനാണ് ഏറ്റവും ഹയസ്റ്റ് പോസിറ്റീവ് NPV ഉള്ളത് ആ ഒരു പ്രൊജക്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ NPV എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് NPV is equal to present value of cash inflow minus present value of cash outflow. Then advantages of NPV method. ഒന്നാമത് നോക്കാം, it takes into account the time value of money. നമ്മൾ പറഞ്ഞു മോഡേൺ മെത്തേഡിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ എന്താണ്, നമ്മൾ ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. എല്ലാ ക്യാഷ് ഇൻഫ്ലോയിനെ എന്ത് ചെയ്യും, പ്രസന്റ് വാല്യൂയിലൊക്കെ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അതാണ് ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ, ഇറ്റ് കൺസിഡർ ക്യാഷ് ഫ്ലോ സ്ട്രീം ഓവർ ദ എൻറ്റയർ ലൈഫ് ഓഫ് ദി പീരീഡ്. അതായത് ആ ഒരു പ്രൊജക്ടിന്റെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻഫ്ലോകളും അല്ലെങ്കിൽ എല്ലാ ഏർണിങ്സും കൺസിഡർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ ആ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. ഇറ്റ് ഫോക്കസ് അറ്റൻഷൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ഓഫ് ദി ഫേം. NPVയുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് ദി വെൽത്ത് ഓഫ് ദി ബിസിനസിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നതാണ് എന്ത് NPVയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Then this method generally preferred by the economist. Then next നോക്കാം, disadvantages. This method does not provide satisfactory results in case of two projects having different useful lives. അതായത് നമ്മൾ പറഞ്ഞു, രണ്ട് പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ഏത് പ്രൊജക്റ്റ് ആണ് ഹയസ്റ്റ് പോസിറ്റീവ് NPV തരുന്നത് ആ ഒരു പ്രൊജക്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ ഇവിടെ രണ്ടിന്റെയും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇവിടെ രണ്ടിന്റെയും യൂസ്ഫുൾ ലൈഫ് അല്ലെങ്കിൽ ലൈഫ് പീരീഡ് വ്യത്യാസമുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രൊജക്ടിന്റെ ലൈഫ് പീരീഡ് 5 വർഷവും മറ്റൊരു പ്രൊജക്ടിന്റെ ലൈഫ് പീരീഡ് 10 വർഷമാണെങ്കിൽ നമുക്കിവിടെ NPV നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല.
ഓക്കെ, അതാണ് പറയുന്നത്. രണ്ടാമത്തെ, ദിസ് മെത്തേഡ് ഡസ് നോട്ട് സ്യൂട്ടബിൾ ഇൻ കേസ് ഓഫ് പ്രൊജക്ട് ഇൻവോൾവിംഗ് ഡിഫറെന്റ് എമൗണ്ട്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് രണ്ട് പ്രൊജക്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് പ്രൊജക്ടിന്റെയും ഇനീഷ്യൽ എമൗണ്ട് ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് NPV മെത്തേഡ് എന്ത് ചെയ്യും, സാറ്റിസ്ഫാക്ടറി ആയിട്ട് എനിക്ക് നല്ല രീതിയിൽ അവിടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അതായത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് അവിടെ കിട്ടില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് പ്രൊജക്ട് ഉണ്ട്, എ എന്ന പ്രൊജക്റ്റും ബി എന്ന പ്രൊജക്റ്റും. അപ്പൊ എ എന്ന പ്രൊജക്ടിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 1 lakhും ബി എന്ന പ്രൊജക്ടിന്റെ ഇനീഷ്യൽ എമൗണ്ട് 2 lakhും ആണെങ്കിൽ നമുക്ക് അവിടെ എന്താ NPV മെത്തേഡ് യൂസ് ചെയ്യാൻ കഴിയില്ല. അതായത് NPV മെത്തേഡ് നമുക്ക് യൂസ് ചെയ്താൽ നമുക്ക് എന്തില്ല, കറക്റ്റ് എമൗണ്ട് കിട്ടില്ല. നെക്സ്റ്റ് ഈസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെലക്ട് ഡിസ്കൗണ്ടിങ് റേറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ടിങ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ടിങ് ഫാക്ടർ കണ്ടെത്താന്ന് പറഞ്ഞത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ. അതായത് ആദ്യം എന്ത് ചെയ്യണം, ക്യാഷ് ഫ്ലോ കണ്ടെത്തണം. ദെൻ ക്യാഷ് ഫ്ലോ എന്ത് ചെയ്യണം, പ്രസന്റ് വാല്യൂയിലേക്ക് മാറ്റണം. അതിനുശേഷം അതിന്റെ ടോട്ടൽ കാണണം. ആ ടോട്ടലിൽ നിന്ന് എന്ത് ചെയ്യണം, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ കാൽക്കുലേറ്റ് ഡിഡക്റ്റ് ചെയ്യണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യുള്ളൂ, NPV കാണാൻ കഴിയുള്ളൂ. ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് ഓർ കോംപ്ലക്സ് പ്രോസസ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ, അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. അപ്പോൾ നമ്മൾ NPV നെറ്റ് പ്രസന്റ് വാല്യൂയുടെ ലിമിറ്റേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു രണ്ട് പ്രൊജക്റ്റിന് ഡിഫറെന്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ, അതായത് ഒരു പ്രൊജക്റ്റിന് 1 lakhും മറ്റൊരു പ്രൊജക്റ്റിന് 2 lakhും ആണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ നമുക്ക് എന്ത് കഴിയില്ല, NPV മെത്തേഡ് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഡിസിഷനിൽ എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ദാറ്റ് മീൻസ് two projects having different investment outlay cannot be compared by NPV method. In such situation, this method or benefit cost ratio method should be applied. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രണ്ട് പ്രൊജക്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രൊജക്റ്റിന്റെയും ഇനീഷ്യൽ ഔട്ട്ലേ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിഫറെന്റ് ആണെങ്കിൽ NPV മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് അല്ലെങ്കിൽ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത് പെർസെൻറ്റേജ് ആണ് അല്ലെങ്കിൽ റേഷ്യോ ആണ്. NPV മെത്തേഡ് നമ്മൾ പറഞ്ഞത് NPV ഇസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. എന്നാൽ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോയിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഇറ്റ് ഈസ് വെരി സയന്റിഫിക് ആൻഡ് ലോജിക്കൽ ടു കമ്പയർ പ്രൊജക്ട് ഹാവിംഗ് ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലേ ആണെങ്കിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് അതാണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ഇറ്റ് റിഫ്ലക്ട് ടൈം വാല്യൂ ഓഫ് മണി. അതായത് എന്താണ്, നമ്മൾ പറഞ്ഞു മോഡേൺ മെത്തേഡ് വരുന്ന എല്ലാ ടെക്നിക്കുകളിലും എന്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്, ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. എല്ലാത്തിന്റെയും പ്രസന്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടെത്തുന്നുണ്ട്. Then it consider all cash flow during the life of the project. ആ പ്രൊജക്റ്റിൽ നമ്മൾ കിട്ടുന്ന ആ പ്രൊജക്റ്റിന്റെ ലൈഫ് പീരീഡിൽ നമ്മൾ കിട്ടുന്ന എല്ലാ റിട്ടേൺസും എല്ലാ ഇൻകം നമ്മൾ എന്ത് കൺസിഡർ ചെയ്തതിന് ശേഷമാണ് എന്ത് നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് IRR, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് total present value of future cash inflow is equal to initial investment. ഒന്നുകൂടെ പറയാം, IRR എന്ന് പറഞ്ഞാൽ it is the rate of return at which total present value of
future cash inflow is equal to initial investment. അതായത് ഫ്യൂച്ചറിൽ ഒരു പ്രൊജക്റ്റിലൂടെ ഫ്യൂച്ചറിൽ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസന്റ് വാല്യൂ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന് ഈക്വൽ ആകുന്ന റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, IRR എന്ന് പറയുന്നത്. അതായത് is the rate at which NPV is zero. എപ്പോഴാണോ NPV സീറോ ആകുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, എപ്പോഴാണോ ഈക്വൽ ആകുന്നത് ആ റേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. It is also called marginal rate of return or time adjusted rate of return. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ അറ്റ് വിച്ച് total present value of future cash inflow is equal to initial investment. That means it is the rate at which NPV is zero. NPV എപ്പോഴാണോ സീറോ ആകുന്നത് ആ ഒരു റേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, IRR എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ IRR എങ്ങനെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് നോക്കാം. If IRR is equal or greater than desired minimum rate of return, then the project is accepted. അതായത് ഒരു ബിസിനസ്സിന് എന്താണ് ഡിസൈഡ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാകും അല്ലെങ്കിൽ ടാർജറ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാകും. ഈ ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനേക്കാൾ കൂടുതലാണ് IRR എങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ ആണ് ഒരു പ്രൊജക്ടിന്റെ IRR എങ്കിൽ ആ പ്രൊജക്ട് എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം. എന്നാൽ IRR അതായത് ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേണിനേക്കാൾ അല്ലെങ്കിൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനേക്കാൾ കുറവാണ് ഒരു പ്രൊജക്ടിന്റെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എങ്കിൽ ആ പ്രൊജക്ട് നമ്മൾ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. അപ്പൊ എപ്പോഴാണ് ആക്സെപ്റ്റ് ചെയ്യുക, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. ബിസിനസിന്റെ ഡിസൈർഡ് മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ അതിന് ഈക്വലോ ആണെങ്കിൽ ആ ഒരു പ്രൊജക്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. എന്നാൽ അതിനേക്കാൾ കുറവാണെങ്കിൽ പ്രൊജക്ട് എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് IRR. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് കൺസിഡർ ഓൾ ദ ക്യാഷ് ഫ്ലോസ് ഓവർ ദ എൻറ്റയർ ലൈഫ് ഓഫ് ദി പ്രൊജക്ട്. ആ പ്രൊജക്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞതേ പോയിന്റ് തന്നെയാണ്, ആ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് കിട്ടുന്ന എല്ലാ ക്യാഷ് ഇൻഫ്ലോസുകളും കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത്. Then it takes into account of time value of money. Time value of money എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നുണ്ട്. പ്രൊജക്ട് have a different degree of risk and easily compared. അതായത് ഡിഫറെന്റ് റിസ്ക് ഉള്ള പ്രൊജക്ട് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന്, അതായത് പല പ്രൊജക്റ്റിലും ഡിഫറെന്റ് റിസ്കുകളാണ് ഉണ്ടാകുക. അപ്പോൾ ഡിഫറെന്റ് റിസ്ക് ആണെങ്കിൽ പോലും നമുക്ക് പല പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യാം, IRR മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ആണ് നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്, NTV എന്ന് പറയും, നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്. In this method is based on the assumption that each annual cash flow is received at the end of the year and is reinvested in another asset at a certain rate of return from the moment it is received till the termination of the project. അതായത് NTV മെത്തേഡിൽ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഒരു അസംഷൻ ആണ്, നമുക്ക് നമ്മുടെ ഒരു ബിസിനസ്സിന് അവരുടെ പ്രൊജക്റ്റിൽ നിന്ന് ക്യാഷ് ഫ്ലോ റിസീവ് ചെയ്യുന്നത്, അതായത് അവർക്ക് റിട്ടേൺ കിട്ടുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, ഓരോ വർഷത്തിന്റെ അവസാനമാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോ റിസീവ് ചെയ്യുന്നത്. നമ്മൾ അസംഷൻ ആണ്, നമ്മൾ അസ്യൂം ചെയ്യാണ്, അതായത് നമുക്ക് ക്യാഷ് ഫ്ലോ കിട്ടുന്നത് ഓരോ വർഷത്തിന് അവസാനമാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ കിട്ടുന്ന ക്യാഷ് ഫ്ലോ മറ്റൊരു അസറ്റിൽ എന്ത് ചെയ്യും, റീഇൻവെസ്റ്റ് ചെയ്യും. അതായത് കിട്ടുന്ന ക്യാഷ് ഫ്ലോ ബിസിനസ്സിൽ വെക്കാതെ എന്ത് ചെയ്യും, അത് മറ്റൊരു അസറ്റിൽ എന്ത് ചെയ്യും, റീഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യും, റീഇൻവെസ്റ്റ് ചെയ്ത അസറ്റിൽ നിന്ന് ബിസിനസ്സിന് എന്ത് കിട്ടും, റിട്ടേൺ കിട്ടും. ഈ കോമ്പൗണ്ട് റിട്ടേൺ എന്ത് ചെയ്യും, പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൽ നിന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, അത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇനീഷ്യൽ ഔട്ട്ലേ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലേ ഡിഡക്റ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് NTV എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ പ്രസന്റ് വാല്യൂ ഈസ് കമ്പയർഡ് വിത്ത് കോസ്റ്റ് ഓഫ് പ്രൊജക്ട് ഓർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. The excess of the present value over the cost of the project is the net terminal value. Okay. Then advantages of NTV method.
It is the simple technique of project appraisal. The next is a simple understand. It avoid influence of cost of capital. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കണം, ഡിവിഡൻഡ് കൊടുക്കണം. അതേപോലെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഈ ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു ഡിവിഡൻഡിനൊക്കെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തില്ല, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻഫ്ലുവൻസ് കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ക്യാഷ് ബഡ്ജറ്റ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഏരിയ നമുക്ക് പറയാനുള്ളത് പ്രൊജക്ട് ഇവാലുവേഷൻ. Project evaluation is a process of measuring the progress made and assessment of the result of a project is known as project evaluation. അതായത് പ്രൊജക്ട് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം പ്രൊജക്ടിന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അതായത് ബിസിനസ് പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെയാണോ ആ പ്രൊജക്ടിന്റെ പെർഫോമൻസ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ഡിസൈഡ് ചെയ്ത പ്രോഫിറ്റ് ആ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ടോ, ബിസിനസിന്റെ ഗോള് ആ ഒരു പ്രൊജക്റ്റിലൂടെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയും. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് പ്രൊജക്ട് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് തന്നെയാണെങ്കിൽ ബിസിനസ് ആദ്യം ഡിറ്റർമിൻ ചെയ്ത് വെച്ച ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആദ്യം ഡിറ്റർമിൻ ചെയ്ത് വെച്ച ഗോൾസ് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ പ്രൊജക്റ്റ് പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ഉദ്ദേശിച്ച ഒരു പ്രോഫിറ്റ് ആ ഒരു പ്രൊജക്റ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് പ്രൊജക്ട് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. Project evaluation is the process of appraising progress and performance in relation to the project's initial or revised plan.